എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അലീന കഞ്ഞിയൊക്കെ ആയിട്ട് റൂമിലേക്ക് കയറി വരുന്നുണ്ട്. അപ്പോഴും രോഹിത്ത് പനിച്ച് വിറച്ച് അവിടെ തന്നെ കിടക്കുവാണ്. കഞ്ഞി കൊണ്ട് വെച്ചിട്ട് രോഹിത്തിനെ പിടിച്ച് എഴുന്നേപ്പിച്ചിരുത്തുന്നു. അവൻ എഴുന്നേക്കാനൊക്കെ മടിയാട്ടോ, എങ്കിലും പിടിച്ച് ഒരുവിധം എഴുന്നേപ്പിച്ചിരുത്തിയിട്ട് കഞ്ഞി കൊണ്ട് അടുത്ത് വന്നിരിക്കുന്നു. എന്നിട്ട് അത് കൊടുക്കാൻ തുടങ്ങുമ്പോൾ കൈ കൊണ്ട് തട്ടാൻ തുടങ്ങുക. അന്നേരം അലീന പറയുന്നുണ്ട്, തട്ടരുത്, ഇത് നിനക്ക് വേണ്ടിയാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. തട്ടിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ മേത്ത് തന്നെ വീഴും, അതുകൊണ്ട് അങ്ങനെ ചെയ്യില്ലേ, ഇത് കഴിച്ചാലല്ലേ മരുന്ന് കഴിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുവിധം കഞ്ഞി കുടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അന്നേരം ആദ്യം ഒന്ന് തട്ടും, അത് മേത്ത് വീഴും. എന്തെങ്കിലും എനിക്ക് സങ്കടം വരും. ഇതെന്താ മോനെ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? നിന്നോട് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ഞാൻ നിനക്ക് വേണ്ടി ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. നീ ഇത് കഴിക്കാതിരുന്നേൽ എങ്ങനെയാണ്, എന്നെ നീ ഇങ്ങനെ വിഷമിപ്പിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട് അലീനയ്ക്ക്. അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. അന്നേരം കണ്ണൊക്കെ തുടച്ചിട്ട് വീണ്ടും കഞ്ഞി കൊടുക്കാൻ തുടങ്ങുമ്പോൾ അവന് തട്ടാൻ തോന്നുന്നില്ല, അവന് വിഷമമാവുന്നുണ്ട്. നീ എൻ്റെ കൂടെപ്പിറപ്പ് ആയതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നിനക്ക് എന്നോടാണോ ദേഷ്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അലീന അതിനിടയ്ക്ക്. ഏതായാലും പിന്നെ എടുത്ത് കഞ്ഞി എടുത്ത് കൊടുക്കുമ്പം തട്ടിക്കളയുന്നില്ല, അത് കഴിക്കുന്നു. കുറച്ച് കഴിക്കുന്നുണ്ട്. അലീനയ്ക്കും ഭയങ്കര സന്തോഷമാകും. കുറച്ച് കഴിച്ച് കഴിയുമ്പോൾ ഇത്രയും നീ കഴിച്ചില്ലേ, ഇത് മതി, ഇനിയിപ്പം നമുക്ക് വായും മുഖമൊക്കെ ഒന്ന് കഴുകാം എന്ന് പറഞ്ഞ് കഞ്ഞി കൊടുത്തുകൊണ്ടിരുന്ന പാത്രമൊക്കെ അവിടെ വെച്ചിട്ട് രോഹിത്തിനെ അവിടെ നിന്ന് പിടിച്ചങ്ങ് എഴുന്നേൽപ്പിക്കുവാണേ. അന്നേരം താഴെ നിന്ന് ബബിത റൂമിലോട്ട് കയറി വരുന്നുണ്ടായിരുന്നു. അന്നേരം ഇവനെ എഴുന്നേൽപ്പിച്ച് കഴിയുമ്പോഴേക്കും ഇത്രയും ദിവസം ഭക്ഷണം കഴിക്കാതിരുന്ന് കഴിച്ചതല്ലേ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു അത് മൊത്തം അവിടെ ഛർദ്ദിച്ച് കളയും. അലീനയുടെ മേത്തും അവൻ്റെ മേത്തും എല്ലാം അവൻ ഛർദ്ദിക്കുന്നുണ്ട്. എന്നിട്ടും അലീന അവനെ വിടുന്നില്ല. അവനിങ്ങനെ കുഴഞ്ഞ് വീണു പോവുക. അവനെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് കൊണ്ടുപോവാണ്. അന്നേരം ഈ അലീനയുടെ കഷ്ടപ്പാടെല്ലാം അവിടെ നിന്ന് കാണുന്ന ബബിതയ്ക്കും ആകെ വിഷമമാവുന്നുണ്ട്. ഏതായാലും ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ചെന്ന് അവൻ്റെ മുഖമൊക്കെ ഒന്ന് കഴുകുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഛർദ്ദിക്കുന്നൊക്കെ ഉണ്ട്. അന്നേരമാണ് ആ റൂമിലേക്ക് ബാലേന്ദ്രൻ വരുന്നത്. എന്നിട്ട് എന്താ മോളെ ഇവിടെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പം രോഹിണിന് കഞ്ഞി കൊടുക്കുമായിരുന്നു അലീന എന്ന് പറയുമ്പോൾ എന്താ എന്ന് ചോദിക്കും ബാലേന്ദ്രൻ. അന്നേരം അല്ല അലീന ചേച്ചി കഞ്ഞി കൊടുക്കുമായിരുന്നു, അത് മൊത്തം ഛർദ്ദിച്ച് കളഞ്ഞു എന്ന് പറയും. എന്നിട്ട് എന്തിയാ അവർ എന്ന് ചോദിക്കുമ്പം ബാത്റൂമിലുണ്ട്, അവിടെ പോയി നിന്നും ഛർദ്ദിക്കുവാന്നാണ് തോന്നുന്നത് എന്ന് പറയുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രനും ആകെ വിഷമിച്ച് നോക്കി നിൽക്കുന്നുണ്ട്. ഏതായാലും അലീന അവൻ ഛർദ്ദിക്കുന്നിടം വരെ അവിടെ പിടിച്ചുകൊണ്ട് നിൽക്കും. അതിന് ഛർദ്ദിച്ചെല്ലാം കഴിഞ്ഞ് മുഖമൊക്കെ കഴുകാൻ പറയും. അത് കഴിഞ്ഞ് ഇട്ടിരുന്ന ആ ബനീനയിലും എല്ലാം ഛർദ്ദിയാണ്. ഇനി ഇതിടണ്ട, നമുക്ക് വേറെ ഇടാമെന്ന് പറഞ്ഞ് അതും ഊരി എടുത്ത് മാറ്റി അവിടെ എല്ലാം ദേഹമൊക്കെ ഒന്ന് തുടച്ചിട്ട് പിടിച്ച് കൊണ്ടുവന്ന് കട്ടിലേക്ക് കിടത്തുവാണ്. എന്നിട്ട് ബബിതയോട് ചോദിക്കും, ഇത്തിരി ചൂടുവെള്ളം എടുത്തുകൊണ്ട് വരാമോ, ദേഹമൊക്കെ ഒന്ന് തുടയ്ക്കാനാണ്. അന്നേരം ബബിത എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ താഴേക്ക് പോകുന്നു. അന്നേരം ബാലേന്ദ്രൻ ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അന്നേരം അച്ഛൻ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്, അച്ഛൻ പോയി കിടന്നു, ഞാൻ നോക്കിക്കോളാം എല്ലാം എന്ന് പറയുമ്പം ബാലേന്ദ്രൻ ഒത്തിരി വിഷമത്തോടെ ഇങ്ങനെ അലീനയുടെ മുഖത്തേക്ക് നോക്കും. എന്നിട്ട് നിൻ്റെ ദേഹവും ആകെ വൃത്തികേടായല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും സാരമില്ലെന്നേ, ഒന്ന് കുളിച്ച് ഡ്രസ്സ് മാറിയ പോരെ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, അച്ഛൻ പോയി കിടന്നോ, വിഷമിക്കേണ്ട, പൊയ്ക്കോ എന്ന് പറയുവാണ് അലീന. അന്നേരം ബാലേന്ദ്രൻ ഇങ്ങനെ വിഷമത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കും. ബാലേന്ദ്രൻ്റെയും കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. ബാലേന്ദ്രൻ അങ്ങോട്ട് പോവാണ്. ബാലേന്ദ്രൻ അങ്ങ് പോയി കഴിഞ്ഞാൽ അലീന ബാത്റൂമിൽ പോയി ടവലും ബക്കറ്റൊക്കെ എടുത്തുകൊണ്ട് വരും. എന്നിട്ട് ആ ഛർദ്ദിച്ചിട്ടിരുന്നത് മൊത്തം തൂത്ത് അവിടെ വൃത്തിയാക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ലോഷൻ കൊണ്ടുപോയിച്ച് അത് ഒന്നുകൂടി ഒന്ന് തുടച്ച് വൃത്തിയാക്കി അതെല്ലാം കൊണ്ട് കളഞ്ഞ് കഴിയുമ്പോഴത്തേക്കുമാണ് അങ്ങോട്ടേക്ക് ബബിത വരുന്നത്. ഇതിനിടയ്ക്ക് രോഹിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അലീനയെ നോക്കുന്നുണ്ട്. അന്നേരം ഒരു സോങ് കൂടി അവർ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്ത് രസമായിട്ടാണെന്ന് പറയാം, നമുക്ക് തന്നെ ആകെ സങ്കടം വരും, കണ്ണ് നിറഞ്ഞു വരും. അവൻ്റെ മനസ്സിൽ നിറച്ച് ആകെ കുറ്റബോധമാണ്, ഈ അലീനയോടാണല്ലോ ഞാനിതെല്ലാം ചെയ്തത് എന്നോർത്ത്. അവനിടയ്ക്ക് അലീനയെ നോക്കും. അലീനെ നോക്കുന്നെങ്കിൽ അവൻ കണ്ണടയ്ക്കും അല്ലെങ്കിൽ മുഖം മാറ്റും. അവന് തീരെ വയ്യ, ഭയങ്കര കുറ്റബോധവും സങ്കടമൊക്കെ അവൻ്റെ മുഖത്തുണ്ട്. ഏതായാലും അതെല്ലാം തുടച്ചതിന് ശേഷം ബബിത അവിടെ ചൂടുവെള്ളം കൊണ്ടുവയ്ക്കുന്നുണ്ട്. ആ ചൂടുവെള്ളം എടുത്ത് രോഹിത്തിൻ്റെ ദേഹം എല്ലാം തുടയ്ക്കുവാണ്. അന്നേരം ബബിത ഇത് നോക്കി നിൽക്കുന്നുണ്ട്. ബബിതയ്ക്കും ആകെ വിഷമമാവുന്നുണ്ട് അലീനയുടെ കഷ്ടപ്പാടൊക്കെ കണ്ടിട്ട്. ഏതായാലും അലീന ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും കുറേ നേരം ഇത് കണ്ടു നിന്നിട്ട് ബബിത പെട്ടെന്ന് താഴേക്ക് ഇറങ്ങിപ്പോവും. ഏതായാലും അലീന ദേഹം എല്ലാം തുടച്ച് വൃത്തിയാക്കി, കാല് വരെ തുടയ്ക്കുന്നുണ്ട്. എല്ലാം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ആ വെള്ളം കൊണ്ട് കളഞ്ഞ് വേറൊരു നല്ല ഷർട്ട് എടുത്തുകൊണ്ട് വന്ന് ഇടിയിച്ചിട്ട് പയ്യെ പിടിച്ചവിടെ കിടത്തുവാണ്. അപ്പോഴാണ് ആ അത്ഭുതം നടക്കുന്നത്. ബബിത താഴേക്ക് പോയത് ഡ്രസ്സും ടവലും ഒക്കെ എടുക്കാനാണ് അലീനയ്ക്ക് വേണ്ടി, അതും ബബിതയുടെ. അവൾ അത് എടുത്തുകൊണ്ട് വന്നിട്ട് അലീനോട് പറയുവാണ്, ചേച്ചി ഇത് ചേച്ചി ഇട്ടോ, ചേച്ചിയുടെ ദേഹം ആകെ വൃത്തികേടായില്ലേ, അതുകൊണ്ട് അകത്ത് കയറി കുളിച്ച് ഡ്രസ്സൊക്കെ മാറിക്കോ, ഇത് പാകമോ അല്ലെങ്കിൽ പറയണം കേട്ടോ, ഇറുക്കുവാണെങ്കിൽ ഞാൻ വേറെ തരാം എന്നൊക്കെ പറയുവാണ്. അലീന എന്തോ അത്ഭുതം കണ്ടതുപോലെ ഇങ്ങനെ കണ്ണും മിഴിച്ച് നിൽക്കുവാണ്. അത് കയ്യിലോട്ട് കൊടുത്തിട്ട് ചെല്ലെ പോയി കുളിച്ചിട്ട് പോയെന്ന് പറയുവാണ്. അലീന കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കും. അന്നേരം ഇത് കേൾക്കുന്ന രോഹിത്തിന് സങ്കടം വരുന്നുണ്ട്, അവൻ്റെ കണ്ണും നിറയുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് അലീന കുളിക്കാനൊക്കെ ആയിട്ട് ആ ഡ്രസ്സും പിടിച്ചുകൊണ്ട് ബാത്റൂമിൻ്റെ അങ്ങോട്ട് ചെല്ലുന്നു. എന്നിട്ടും വിശ്വസിക്കാൻ പറ്റാതെ അവിടെ തന്നെ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നു. കുറേ നേരം ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുക. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ബബിത പോലെ ഇങ്ങനെ ഒരു മാറ്റത്തിലേക്ക് എത്തുന്നത്. അതും ചേച്ചി എന്ന് വിളിച്ച് സ്വന്തം ഡ്രസ്സ് എടുത്തുകൊണ്ട് കൊടുക്കുന്നു. അത് കൊള്ളില്ലെങ്കിൽ വേറെ തരാമെന്ന് പറയുന്നു. അലീനയ്ക്ക് ഏതായാലും അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ബാത്റൂമിൽ കയറി ആ ഡ്രസ്സ്
ഡ്രസ്സിലേക്കൊന്ന് നോക്കും. എന്നിട്ട് കെട്ടിപ്പിടിച്ച് അത് നെഞ്ചോട് ചേർത്ത് നിന്ന് കരയുവാണ് അലീന. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. അലീന വീണ്ടും എന്തോ കഷായം ഏതാണ്ട് തിളപ്പിച്ചുകൊണ്ട് രോഹിത്തിൻ്റെ അടുത്തോട്ട് വരുന്നു. പുതച്ചു മൂടി കിടക്കുവാണ്. അതെല്ലാം മാറ്റി പിടിച്ചെഴുന്നേപ്പിച്ചിരുത്തും. എന്നിട്ട് ഇത് കുടിക്കുക, നെഞ്ചിലെ നീർക്കെട്ട് മാറാൻ നല്ലതാണ് എന്ന് പറയും. അന്നേരം തട്ടിക്കളയുന്നൊന്നുമില്ല, മേടിച്ച് കുടിക്കും. അന്നേരം മധുരം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് പറയുവാണേ. എന്നിട്ട് അത് കുടിക്കുന്ന സമയത്ത് അലീന പനി നോക്കുന്നുണ്ട്. അപ്പം പനി ഇത്തിരി കൂടുതലാണല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നു. സാരമില്ല, നമുക്ക് കുറച്ചെടുക്കാമെന്ന് പറഞ്ഞ് ആ മരുന്ന് കൊടുത്തതിന് ആ കാപ്പിയോ കഷായം എന്തോ അത് കുടിച്ച് കഴിയുമ്പോഴേക്കും ഗ്ലാസ് മേടിച്ചുകൊണ്ട് പോകും. ഇപ്പോൾ ആ സമയം രോഹിത് പിന്നെയും ചുരുണ്ട് കൂടുവേ. അന്നേരം അങ്ങനെ ചുരുണ്ട് കൂടി അവിടെ ഇരിക്കല്ലേ, ഇങ്ങോട്ട് കിടന്നേ, നമുക്ക് നെഞ്ചിൽ ബാമൊക്കെ പറ്റി ചൂട് പിടിക്കണ്ടേ എന്നൊക്കെ ചോദിച്ച് നേരെ കിടത്തിയിട്ട് ബാമൊക്കെ പറ്റി കൊടുക്കുവാണ്. എന്നിട്ട് അലീന രോഹിത്തിനോട് പറയുക, ആരൊക്കെ ഉപേക്ഷിച്ചാലും മോനെ നിന്നെ ഞാൻ ഉപേക്ഷിക്കുകയില്ല, നിൻ്റെ കൂടെ ഞാനുണ്ട്, ഏത് പ്രതിസന്ധിയിലും നിൻ്റെ കൂടെ ഞാനുണ്ട് കേട്ടോ, നീ വിഷമിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞ് അലീന ഇങ്ങനെ പറയുമ്പം സങ്കടപ്പെട്ട അലീനയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി കിടക്കുന്ന രോഹിത്തിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ കൃഷ്ണമോള് ആ കോളനിയിൽ പോയി അലീനയ്ക്ക് സംഭവിച്ച ആ കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം വീഡിയോ ആക്കി എടുത്തിരുന്നത് കയ്യിലുണ്ടായിരുന്നല്ലോ കൃഷ്ണമോളുടെ, അതുകൊണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് രോഹിത്തിന്. എന്നിട്ട് പറയുവാണ്, ഇതൊക്കെ കൊണ്ടാണ് ഞാൻ രോഹിയേട്ടനോട് പറയുന്നത് ഇനി ഒരിക്കലും അലീന ചേച്ചിയോട് ഇഷ്ടക്കേട് കാണിക്കരുത് കേട്ടോ എന്ന് പറയുന്നു. രോഹിത് ഭയങ്കര സങ്കടത്തോടെ മൊബൈൽ അതൊക്കെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് അലീന കൊടുക്കുന്ന കഞ്ഞിയൊക്കെ കുടിച്ച് നല്ല മിടുക്കനായിട്ടിരിക്കുന്ന രോഹിത്തിനെയാണ് കാണിക്കുന്നത്. അപ്പം അലീനയോട് വഴക്കൊന്നും ഉണ്ടാക്കാതെ ഇങ്ങനെ കഞ്ഞി കുടിക്കുന്നത് ബാലേന്ദ്രനെ കാണിക്കാൻ വേണ്ടി കൃഷ്ണമോള് പിടിച്ച് വലിച്ചുകൊണ്ട് വരുന്നുണ്ട് ബാലേന്ദ്രനെ. വാ ഇങ്ങോട്ട് വാ, കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ്. അന്നേരം എന്നതാടി അവിടെ എന്ന് ചോദിച്ചാൽ ഒരു ആകാംക്ഷയോട് ഓടി വരുന്ന ബാലേന്ദ്രനെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കൃഷ്ണമോളെ വൈജിക്കിട്ട് ഒരു കുത്തു കൊടുക്കുന്നുണ്ട്. അന്നേരം വൈജയന്തി, എടി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയണം, അല്ലാതെ പിറുപിറുക്കും അല്ല ചെയ്യേണ്ടേ എന്ന് പറയുമ്പം ദേഷ്യപ്പെട്ട് തിരിഞ്ഞിരിക്കുന്ന കൃഷ്ണമോളെയും കാണിക്കുന്നുണ്ട്. കൃഷ്ണമോളുടെ വായിൽ നിന്ന് 4 എണ്ണം കേൾക്കുമ്പോൾ വൈജ ആൻറ്റി അങ്ങ് ഒതുങ്ങിക്കോളും. ഏതായാലും ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ കഥ. നല്ല സൂപ്പർ എപ്പിസോഡാണ്. പറ്റുവാണെങ്കിൽ TV തന്നെ കാണണം.